ആ തുടങ്ങി വെച്ച സംരംഭത്തിനകത്ത് ഒരു ശേഷിപ്പ് ദൈവം തരും കേട്ടോ. എങ്ങനെ പൂർത്തിയാക്കുമെന്ന് ചോദിക്കുന്നതിനകത്ത് ഒരു ശേഷിപ്പ് കർത്താവ് തരാൻ ആഗ്രഹിക്കുക. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു ശേഷിപ്പ് ഉണ്ടാകുമെന്നുള്ളൊരു പദം. ഒരു ശേഷിപ്പ് കർത്താവ് തരും കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും സംരംഭം തുടങ്ങിയിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? ഒരു വീട് പണിയായിരിക്കാം, ഏതെങ്കിലും ഒരു ബിസിനസ് ആയിരിക്കാം, കുഞ്ഞിൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങളായിരിക്കാം, എനിവ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് കൊടുത്തിട്ടാണോ അത് ആരംഭിച്ചത്? നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ അത് പൂർത്തിയാകുക മാത്രമല്ല, നന്മയുടെ ഒരു ശേഷിപ്പ് അതിനകത്ത് ദൈവം തരും. നന്മയുടെ ഒരു ശേഷിപ്പ് അതിനകത്ത് ദൈവം തരും കേട്ടോ. സ്തോത്രം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ്റെ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു, 12 കുട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകനാകുന്നു സത്യമെന്ന് പറഞ്ഞു. ഈ സന്ദേശത്തിനകത്ത് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. 1, ഒരു തൃപ്തിയുടെ അനുഭവം. 2, ഒരു ശേഷിപ്പിൻ്റെ അനുഭവം. 3, ഒരു അടയാളം. ഹല്ലേലൂയ, ഒരു പ്രവചന നിവർത്തിയുടെ അടയാളം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഈ സന്ദേശത്തിൻ്റെ ആരംഭം നമുക്കറിയാം. 3 ദിവസമായിട്ട് യേശുവിനോടൊപ്പം ആയിരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം. 3 ദിവസമായിട്ട് അവർ വചനം കേൾക്കുക. ഉപവാസ പ്രാർത്ഥനയെ വേണേൽ നമുക്ക് വെച്ച് മലയാളത്തിൽ പറയാം. 5 യവത്തപ്പം കൊണ്ടുവന്നൊരു പയ്യൻ അത് കഴിക്കാനായിട്ടും തിന്നില്ല. കാരണം അതിനെക്കാട്ടി മേത്തരമായിട്ടുള്ളത് കർത്താവ് കൊടുത്തോണ്ടിരിക്കുക. നമ്മുടെ ആത്മാവിനൊരു സംതൃപ്തി കിട്ടിയാലുണ്ടല്ലോ, അതിപ്പരം വേറെ ഭാഗ്യമില്ല കേട്ടോ. ഹല്ലേലൂയ. ദാഹം മാറ്റണം, ആത്മാവിൻ്റെ ദാഹം മാറ്റണം. ആദ്യം ദാഹം വരണം നമുക്ക്, എന്നിട്ട് വേണം ദാഹം മാറ്റാനുള്ള ഇടത്തോട്ട് പോകാൻ. അനേകർ മൊബൈലിനെ ദാഹിക്കുക, പ്രണയം ദാഹിക്കുക, മറ്റു പലതുമായി ഇന്ന് ദാഹിക്കുന്ന. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിനെ ദാഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വചനം ദാഹിക്കുന്നവരെ ഓർത്ത്, കൂട്ടായ്മകൾ ദാഹിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. 3 ദിവസമായിട്ട് അവർ യേശുവിൽ നിന്ന് ഹല്ലേലൂയ വായിലെ വചനത്തെ, ആഹാരത്തെ കാട്ടി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 3 ദിവസമായപ്പോൾ കർത്താവിന് തോന്നി, ഇനി മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല. ഈ ജനം 3 ദിവസമായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നു. നിങ്ങളവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. ശിഷ്യന്മാരോട് പറയുക, നിങ്ങളവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. നീയോ വിട്ടുപോയല്ലോ. ഓരോരുത്തരും ഓരോ എഴുപഴു പറയാൻ തുടങ്ങി. 4 സുവിശേഷം ചേർത്ത് പഠിക്കും. 4 സുവിശേഷത്തിനുള്ള ഏക അത്ഭുതമാണ് ഈ അത്ഭുതം. 4 സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒഴിവഴു പറയുന്ന അല്ല കാര്യം എന്ന് പറയുന്നത്. ഇന്ന് ഒത്തിരി പേര് ഒഴിവഴു പറയുന്നവരാ. എന്തൊക്കെയാ ശിഷ്യന്മാർ പറഞ്ഞ ഒഴിവഴു? 4 സുവിശേഷം ചേർത്ത് പഠിക്കുകയാണെങ്കിൽ, 1, ഈ സ്ഥലം മരുഭൂമിയാ, നേരം വൈകി, 200 പണത്തിന് അല്പാൽപ്പം കഴിക്കാനായിട്ട്. 200 പണം എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു പണം ഒരു ദിവസത്തെ കൂലിയാ. 200 ദിവസത്തെ കൂലി ഉണ്ടെങ്കിൽ തന്നെ അല്പാൽപ്പം കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കർത്താവ് അവിടെ ഹല്ലേലൂയ ഒഴിവൊഴിവ് പറഞ്ഞവരുടെ വാക്കുകളല്ല മൈൻഡ് ചെയ്തത്. പക്ഷെ ആ ശിഷ്യന്മാരിൽ ഒരാൾ വ്യത്യസ്തനായിട്ടുണ്ടായിരുന്നു, അന്ത്രയോസ്. അവൻ ജനത്തിൻ്റെ ഇടയിലോട്ട് ഇറങ്ങും. ആരുടെ കയ്യിൽ അല്പം സാധ്യതയുണ്ടോ? അല്പം സാധ്യതയുണ്ടോ? ഈ 3 ദിവസം കേട്ട വചനങ്ങൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാനുള്ള സമയമായത്. പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാനുള്ള സമയമായത്. ചെല്ലുമ്പോഴാണ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോലും ഒരു സാധ്യതയ്ക്ക് വേണ്ടി ഇറങ്ങിച്ചില്ലെന്ന അന്ത്രയോസിൻ്റെ ഹൃദയം നിങ്ങൾ ഹല്ലേലൂയ മറന്നു പോകരുത്. ഇത്രയും ഉന്നത പൊസിഷൻ ഇരിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്ത് എന്നിട്ട് യേശുവിൻ്റെ അടുത്ത് കൈ കൊടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നതും, ആ ബാലകൻ ആ 5 അപ്പം 2 കൈയും നീട്ടി അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയും അത് മേടിച്ചുകൊണ്ട് ഫിലിപ്പോസ് വഴി, ഫിലിപ്പോസാണ് 200 പണത്തിൻ്റെ കാര്യം പറയുന്നത്, ഫിലിപ്പോസ് വഴി യേശുവിൻ്റെ അടുത്ത് കൊട്ടിയില്ലെങ്കിൽ യേശു അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ വാഴ്ത്തി എന്നിട്ട് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുക്കും. അയ്യോ, മിറക്കിൾ സംഭവിക്കുക. നിങ്ങളുടെ ലൈഫിനകത്ത് അത്ഭുതം സംഭവിക്കണോ? ചെറിയ സാധ്യതയെപ്പോലും യേശുവിൻ്റെ കയ്യിൽ കൊടുക്കണം. ഞങ്ങളുടെ വട്ടപ്പാറ ചർച്ച് കർത്താവ് തരുന്ന സമയത്ത് അതിൻ്റെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ
പുല്ല് കിളിച്ച് നിൽക്കുന്നിടത്ത് പോയി മുട്ട നിൽക്കും. കർത്താവേ, ബാക്കി കാര്യങ്ങൾ കർത്താവ് മനോഹരമായിട്ട് ചെയ്തു വന്നു. ഫൗണ്ടേഷൻ സമയത്ത് കർത്താവേ, കാര്യങ്ങൾ കർത്താവ് ചെയ്തു വന്നു. ഓരോ പില്ലറുകളെ കൈവച്ച് സ്വോത്രം പറയുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എന്തിനാണ് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. നീ വിശ്വാസത്തോടുകൂടെ ആരംഭിക്കുന്നതിനകത്തൊരു ശേഷിപ്പ് ദൈവം തരും. ആദ്യം ഒരു തൃപ്തി, ശേഷിപ്പ്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരിക. പുസ്തകത്തിനകത്തൊരു ഒരു 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 ശബ്ദമുണ്ട്, എന്നെപ്പോലുള്ളൊരു പ്രവാചകനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. നിങ്ങൾക്ക് എഴുന്നേൽപ്പ്. മോശ പറഞ്ഞതാ, മരുഭൂമിയിലെ ഒരു മന്ന ഭക്ഷിച്ചു അല്ലേ? അത് കണ്ടിട്ട് ഈ കർത്താവ് ചെയ്ത ഈ അത്ഭുതം കണ്ടിട്ട് അവിടെ കൂടിയിരുന്നവർ, ആ പ്രവാചകൻ, മോശ പറഞ്ഞ പ്രവാചകൻ യേശുവ എന്ന് പറയേണ്ടതായിത്തീരും. അതേ പ്രിയ ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് അയക്കുന്ന ചില അടയാളങ്ങൾ അനേകർക്ക് സാക്ഷ്യം പറയാൻ മുഖാന്തരമാക്കി നീ തീർക്കും. കണ്ണടയ്ക്ക് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൈവദൂതിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഭാരപ്പെടുന്ന പൂർത്തിയാക്കാൻ കഴിയാത്ത ആ ക്രമീകരണം ഈ ദൂത് കേട്ട് കർത്താവേ, ആ പ്രദേശത്ത് ചെന്ന് ആ തടസ്സപ്പെട്ട് കിടക്കുന്നിടത്ത് എന്ന് എളിവിനോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ആ പ്രാർത്ഥന കേൾക്കണേ കർത്താവേ. ആ പ്രാർത്ഥനയ്ക്ക് അങ്ങ് മറുപടി കൊടുക്കണേ കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു അത്ഭുതം കാണും കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.